തുണ്ട് വെച്ചും കോപ്പി അടിച്ചും പരീക്ഷ ജയിച്ച പല ആളുകളും ഉണ്ടാവും. പക്ഷേ ഒരൊറ്റ തുണ്ട് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ പരീക്ഷ ജയിക്കുമോ? നമുക്ക് സംസാരിക്കാനുള്ളത് ബിജു മേനോൻ നായകനായ ഏറ്റവും പുതിയ സിനിമ തുണ്ടിനെ കുറിച്ചാണ്. ഈ കഴിഞ്ഞ ദിവസം ഭ്രമയുഗം റിലീസായപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ വേറെ സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം കുറഞ്ഞു എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമയിൽ പ്രേമലു നല്ല അഭിപ്രായത്തോടു കൂടി പോകുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ തുണ്ടടക്കം വേറെയും കുറേ സിനിമകൾ റിലീസായിട്ടുണ്ട്. ചില സിനിമകൾ കാണണം എന്ന് വിചാരിച്ചതാണ്, ചില സിനിമകൾ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് കാണണ്ട എന്ന് തോന്നിയതാണ്. തുണ്ട് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര രസമുള്ളൊരു സിനിമ വരാൻ പോവുകയാണ്, മറ്റേ അനുരാഗ് കരിക്കുമ്പോഴൊക്കെ പോലത്തെ ആ വൈബിലൊരു സിനിമ വരാൻ പോവുകയാണ് എന്നൊരു ഫീലാണ് ഉണ്ടായത്. എന്തായാലും നല്ല രസം വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുറച്ച് ഹ്യൂമർ രംഗങ്ങളൊക്കെയുള്ള ഒരു സിനിമ കാണാൻ വേണ്ടിയാണ് തിയേറ്ററിലേക്ക് പോയത്. എന്നിലെ പ്രേക്ഷകന് വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ സംതൃപ്തി തരാതെ പോയ ഒരു അനുഭവമാണ് തുണ്ട്. പക്ഷേ പോസിറ്റീവായ കാര്യങ്ങളും അതിനകത്തുണ്ട്. പോസിറ്റീവ് തുണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ കാര്യം സംവിധായകനും നടനുമായ റാഫി. അദ്ദേഹത്തിൻ്റെ 2 സീനുകളിലെ കൗണ്ടറുകൾ എനിക്ക് രസമായിട്ട് തോന്നി. അപ്പോഴും പൊട്ടിച്ചിരി ഒന്നും വന്നില്ല. രണ്ടാമത്തെ കാര്യം, ബിജു മേനോൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് അദ്ദേഹം തന്നെ സംസാരിക്കുന്ന ഒരു സീക്വൻസ് വരുന്നുണ്ട്. അതിൽ ഇമോഷണലായ ചിലതൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ പ്ലേസ്മെൻറ്റ് കുറച്ച് ശോകമായി പോയി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും നന്നായി തോന്നിയ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അതേസമയം വളരെ ആവറേജ് പ്ലേസ്മെൻ്റ് ആയിപ്പോയി എന്ന് തോന്നിയ സ്ഥലങ്ങളുമുണ്ട്. ഇനി എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ സിനിമ പരാജയപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, കണക്ഷൻ ഇല്ലാത്ത ചില തുണ്ടുകൾ ചേർത്ത് വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. ഇതിൽ കുറേ ഹ്യൂമർ രംഗങ്ങളുണ്ട്, പാസ്റ്റും പ്രസൻറ്റും ഒക്കെ ആയിട്ട് വന്നു മറിഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ കൃത്യമായി ഒരുമിപ്പിച്ച് നല്ല രസമുള്ള ഒരു സിനിമ അനുഭവമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് സിനിമ പരാജയപ്പെടുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. തമാശയ്ക്ക് വേണ്ടി ഒരുക്കിയ തുണ്ടുകൾ തമാശയില്ലാത്ത പഴയ ചില തുണ്ടുകളായിപ്പോയി എന്നെനിക്ക് തോന്നി. ഇമോഷണൽ തുണ്ടുകൾ നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യണമല്ലോ. ഒരു ഡയലോഗൊക്കെ തുടങ്ങി വന്നപ്പോൾ അതിലെന്തോ രസമുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളൊരു ഫീല് വന്ന് തുടങ്ങിയെങ്കിലും അത് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള കുറച്ച് തുണ്ട് കഥാപാത്രങ്ങളുണ്ട്. അറ്റവും മൂലമൊന്നും ഇല്ലാത്ത ഒരു തുണ്ട്, നമുക്ക് ഏത് ചോദ്യത്തിന് ചേർത്ത് വെക്കണം എന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരു തുണ്ട്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളിലെ എക്സ്പ്രഷൻസ് എല്ലാം ഇതിലുണ്ട്, പക്ഷേ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആണ് ഇല്ലാത്തത്. അതുകൊണ്ട് സിനിമയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ സിനിമയിലെ കലിപ്പ്, പക, വിജയം, ഇതിലൊന്നിലും ഇമോഷണൽ ആയിട്ടുള്ള യാതൊരു അറ്റാച്ച്മെൻറ്റും കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ട്. ആകെ മൊത്തത്തിൽ സിനിമ എന്നെ ബോറടിപ്പിച്ച്, ചില സിനിമ കണ്ടുമ്പോൾ നമ്മളങ്ങനെ മടുത്തു പോകുമല്ലോ, അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല. എന്നാൽ എന്തെങ്കിലും ഒരു നല്ല സംഭവം ഞാൻ കണ്ടു എന്നൊരു ഫീല് എനിക്ക് ഉണ്ടായിട്ടുമില്ല. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു എക്സാമായി കാണുകയാണെങ്കിൽ അവിടെ ബിജു മേനോനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നത് നല്ലൊരു തുണ്ടുവെക്കലാണ്. കാരണം ഒരു ചോദ്യത്തിന് നല്ല രസമായിട്ടുള്ള ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ആ ഒരു തുണ്ട് മാത്രം പോരല്ലോ. റോൾ നമ്പർ എഴുതുന്നത് മുതൽ ഏറ്റവും അവസാനം മറ്റേ നൂലിട്ട് കെട്ടി കൃത്യസമയത്ത് ആൻസറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതടക്കം കുറേ അധികം മിടുക്കുകൾ കൂടി ചേരുമ്പോഴാണ് ആ പരീക്ഷ നമുക്ക് ജയിക്കാൻ പറ്റുക. അവിടെ ഈ ആദ്യം പറഞ്ഞ തുണ്ടൊഴിച്ച് നിർത്തിയാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നിയില്ല. കഥയിലും ട്വിസ്റ്റിലും കാര്യങ്ങളിലും ഒക്കെ ട്രെയിലറിലുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സിനിമയിലുണ്ട് എന്നും തോന്നിയില്ല. ഇനിയും ഈ ആഴ്ച സിനിമകൾ കാണാൻ ബാക്കിയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.